എനിക്ക് ഭയമില്ല സച്ചേട്ട. ഞാൻ ഏറ്റവും കൂടുതൽ സുരക്ഷിതയായിരിക്കുന്നത് സച്ചേട്ടൻ്റെ കൂടെയാണെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും അർച്ചന എന്നെ തിരിച്ചറിയില്ലെന്ന് വന്നാ അതെൻ്റെ മരണത്തിന് തുല്യ. ഞാനിനിയും എന്തിനാ ദൈവമേ ജീവിച്ചിരിക്കുന്നത്? ഇത് എൻ്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ. ചേട്ടാ, ആ മനസ്സൊരുകുന്നത് ഞാൻ അറിയുന്നുണ്ട്. എന്നോട് ക്ഷമിക്ക. എനിക്ക് കുറച്ച് സമയം താ. എല്ലാം ഇട്ടെറിഞ്ഞ് എൻ്റെ സച്ചിയുടെ അടുത്തേക്ക് ഞാൻ ഓടി വരും. എന്താ വണ്ടി നിർത്തിയത്? നമുക്ക് പോവാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദൈവത്തെ ഓർത്ത് അർച്ചന അത് കേൾക്കണം. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ അർച്ചനയല്ല. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലായെന്നും വരില്ല. അർച്ചന, പ്ലീസ് നമുക്കൊന്ന് വേഗം പോവാം. ഗോകുലം എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എനിക്ക് പറയാനുള്ള കാര്യങ്ങള് മറ്റാരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തം പോലെയെങ്കിലും അർച്ചന അല്ല സമൃദ്ധ ഒന്ന് കേൾക്കാവോ? പ്ലീസ്, നിങ്ങളൊന്ന് വണ്ടി എടുക്കുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി നടന്നു പോണോ? അർച്ചന, ഞാൻ നിങ്ങളുടെ അർച്ചനയല്ലെന്ന് പറഞ്ഞില്ലേ? ഇനി ഞാൻ എത്ര പ്രാവശ്യം പറയണം? നിങ്ങളൊന്ന് വണ്ടി എടുത്തേ. എനിക്ക് ഭയമില്ല സച്ചേട്ട. ഞാൻ ഏറ്റവും കൂടുതൽ സുരക്ഷിതയായിരിക്കുന്നത് സച്ചേട്ടൻ്റെ കൂടെയാണെന്ന് എനിക്കറിയാം. എന്താ? വഴിതെറ്റി, റോഡ് അവസാനിച്ചു. ഈ കുട്ടിയെ നവീന് പരിചയമുണ്ടോ? ചെറിയൊരു പരിചയം.
ഇതെന്റെ ഭാര്യ. ഹലോ ഗാഥ, വാട്ട് ഹാപ്പൻഡ്? കഴിഞ്ഞതൊക്കെ ഓർത്ത് താൻ ഇപ്പോഴും പേടിച്ചിരിക്കുകയാണോ? അല്ല, പേടിയൊന്നുമില്ല എനിക്ക്. നവീൻ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ സേഫാണെന്ന് എനിക്കറിയാം. ദേ, ആ വഴി അങ്ങോട്ട് വനത്തേക്കാ പോണ്ടേ. ഗാഥയ്ക്ക് ഉറപ്പാണല്ലോ അല്ലേ? ആ, ഉറപ്പാ. നമ്മൾ തിരിച്ച് ആ വഴി തന്നെയാ പോണ്ടേ. അയ്യോ നവീൻ, അങ്ങോട്ടേക്കല്ല. ആ, ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടേക്കാ പോണ്ടേ, റൈറ്റിലേക്ക്. നമുക്ക് അല്പം ചുറ്റിക്കറങ്ങിട്ട് പോവാം. എന്താ അത്ര തിരക്ക്? ഈ മഞ്ഞും തണുപ്പൊക്കെ ഉള്ള പാതിരാത്രിയിലോ? അത് കൊള്ളാം. ആരീ പറയുന്നത്? നട്ടപ്പാതിരേക്ക് കാടിന്റെ ആംബിയൻസ് കാണാനായിട്ട് മോളിക്കുട്ടിയുടെ കൂടെ ഓട്ടോയിൽ ഇറങ്ങി പുറപ്പെട്ട കാതയോ. സത്യത്തിൽ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായത് നന്നായി. അതെന്താ? അതുകൊണ്ട് ഇങ്ങനൊരു നല്ല യാത്ര നമുക്ക് കിട്ടിയില്ലേ? നമ്മുടേതായ കുറച്ച് സ്വകാര്യ സുന്ദര നിമിഷങ്ങൾ. പോവാം. അയ്യേ, ഇത് ഓട്ടോറിക്ഷയാണോ അതോ ഇടയുന്ന കൊച്ചിന് ടയർ വെച്ച് കൊടുത്താണോ? അല്ല, വണ്ടിയുടെ സ്പീഡ് കണ്ടിട്ട് ചോദിച്ചാണേ. ഇതിനേക്കാളും ഭേദം നടന്നു പോകുന്നതായിരുന്നു. ഇതെന്തൊരു തല്ലിപ്പൊളി ഓട്ടോയാ? മര്യാദയ്ക്ക് നാവടക്ക് മിണ്ടാതിരുന്നോണം. ഈ വണ്ടി ഓടിക്കുന്നതേ ഞാനാ. ഇത് സ്പീഡിൽ ഓടിക്കണോ അതോ പതുക്കെ ഓടിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഞാനായിരുന്നെങ്കിലേ എപ്പോഴേ വീട്ടിലെത്തിയേനെ. എന്നാ പിന്നെ താൻ ഇങ്ങോട്ട് കയറിയിരുന്ന് ഓടിക്ക്. ഈ ലക്ഷങ്ങൾ വിലയുള്ള കാർ ഓടിക്കുന്നത് പോലെ അത്ര സുഖമൊന്നും അല്ല ഓട്ടോറിക്ഷ ഓടിക്കാൻ. ഇതേ കുറച്ച് പ്രയാസമാ. സാധാരണക്കാരുടെ വണ്ടിയാ ഓട്ടോ. ഇത് ഇങ്ങനെയൊക്കെ പോവും. തനിക്കേ സൗകര്യം ഉണ്ടെങ്കിൽ ഇതിൽ യാത്ര ചെയ്താൽ മതി. ഇല്ലെങ്കിലേ ഇറങ്ങി നടന്നു പോയിക്കോ. ഹലോ, എന്നെ അത്രയ്ക്കൊക്കെ കൊച്ചാക്കൊന്നും വേണ്ട കേട്ടോ. എനിക്കറിയാം ഇത് ഓടിക്കാൻ. ഓ, ഇങ്ങോട്ട് മാറ്, ഞാൻ ഓടിച്ചു കാണിക്കാന്നേ. പിന്നെ അല്ലാതെ. എന്നാ പിന്നെ അങ്ങോട്ട് ഓടിക്കും. അതെ, ഇപ്പൊ നോക്കി പഠിച്ചോണം എങ്ങനെയാ ഓട്ടോ ഓടിക്കുന്നതെന്ന്. എന്നോടാ, പിന്നെ അല്ലാതെ.